ഈശ്വരാ, ഇന്നെങ്കിലും ഞാൻ മനസ്സ് വിചാരിക്കുന്ന കാര്യം അതേപോലെ നടക്കണേ. ടോസിനുമ്പോ ഹെഡ് തന്നെ വീഴണേ. ദൈവമേ, അയ്യോ ടൈല് വന്നപ്പോ തന്നെ അങ്ങ് ചതിച്ചല്ലേ എൻ്റെ ഈശ്വരാ. ഇനി ഞാൻ ഹെഡ് വീഴുന്നവരെ ഇവിടെ നിന്ന് പുഴുങ്ങും. അതുകൊണ്ട് പെട്ടെന്നൊന്ന് ഹെഡിട്ട് തരണേ എൻ്റെ ഈശ്വരാ. ദൈവമേ, ഹെഡ് വീഴണേ. അയ്യോ അയ്യോ, ഹെഡ് വീഴേ. ഇന്ന് ഞാൻ ഒരുത്തനെ ഇവിടെ വെച്ച് പറ്റിക്കും. അയ്യോ, ഇത് ആരാ ഇരിക്കുന്നേ? കാറ്റുവെള്ളം വന്നിരിക്കുന്നതാണ്. എന്റെ കടയിൽ വിൽക്കാൻ വന്ന രമണി ചാച്ചി. ഇത് ആരാന്നല്ല മനസ്സിലായോ? നമ്മളെ മറ്റേ ഐറ്റം വരുന്ന ഒരു പ്രോഗ്രാം ഇല്ലേ, അതിലെ ആരായിരുന്നു? അയ്യോ, അത് ഞാനങ്ങ് മറന്നുപോയി. ഈ കപ്പലിൽ നിന്ന് കടലിലോട്ട് ഒരു സാധനം ഇല്ലയോ? അയ്യോ, വേസ്റ്റ് അല്ല അതിനെന്തിനാ പറയും? ചേട്ടാ, അത് ആങ്കർ അല്ല, അവതാരകൻ. ആങ്കർ. ഞായറാഴ്ച ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് ഫ്രീ ആണോ? ഞായറാഴ്ച ഫ്രീ ആണ്. അന്നേരത്തേക്ക് ഞാൻ വീട്ടിലോട്ട് വരാം. അന്നേരം എന്നെ ട്യൂഷൻ എടുത്താൽ മതി. ഇപ്പൊ എന്നെ ട്യൂഷൻ എടുക്കണം. ഹലോ, അതെന്നെ വർത്താനമാ. ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് പറയണം. അല്ലാതെ മനുഷ്യന്റെ മേക്കിട്ട് കയറിയിട്ട് കാര്യമില്ല കേട്ടോ. What did you say? Buggers. Maybe a poor coolies, trolley pickers, but we are not a buggers. Sorry sir. എന്താ ബാക്കി മറന്നുപോയി. അതാണ് ഇപ്പൊ ഇവിടുത്തെ വിഷയം. ഈ കേരളത്തിൽ എന്തെല്ലാം ബിസിനസ്സിനാ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ ചെയ്തത്ര ബിസിനസ് ഈ ലോകത്ത് അമ്പാനി പോലും ചെയ്തിട്ടില്ല. ഞാൻ കടമെടുത്ത് ഈ ബീച്ചിന്റെ തീരത്തായിട്ട് ഒരു കുടത്തിൽ മോര് കച്ചവടം തുടങ്ങി. അത് തുടങ്ങിയതിന്റെ അന്ന് തന്നെ ഹെൽത്തുകാർ വന്നിട്ട് 1 ലക്ഷം രൂപ എന്റെ പേര് പെറ്റി അടിച്ചു തന്നു. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാ എന്റെ പേര് 1 ലക്ഷം രൂപ പെറ്റി അടിച്ചു തന്നെന്ന്. എന്നാലും ഓഫീസർ എന്നോട് പറയുക, അസ്ഥി ഒഴിക്കാൻ കുടത്തിലാണോ നീ മോര് കച്ചവടം ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, വെറുതെ ഒഴുകി പോവല്ലേ, അതുകൊണ്ട് അങ്ങ് എടുത്തതാണ്. അങ്ങനെ തർക്കുത്രം പറഞ്ഞാൽ വീണ്ടും 1 ലക്ഷം രൂപ എന്റെ പേര് പെറ്റി അടിച്ചു തന്നു. മൊത്തത്തിൽ 2 ലക്ഷം രൂപ എന്റെ പേര് കടവായത്. അല്ല, ഞാൻ അതുകൊണ്ട് നുള്ളിപ്പെറുക്കി എന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് ഈ ബോട്ട് വാങ്ങിച്ച് ഇന്ന് വാങ്ങിച്ചത് ഫസ്റ്റ് ഓട്ടോ. ഇതിന് പേരിട്ടിട്ടില്ല. ബിരിക്കട്ടും ചേട്ടൻ ഒരു നല്ല പേരിട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അല്ല, ഒരു കാര്യം ചെയ്യ്, ടൈറ്റാനിക് നിന്നിട്ടോ. കടലിലോട്ട് ഇറക്കിയ അന്ന് തന്നെ ഒരേ ഒരു പോക്ക് വരെ സാധനത്തിന്റെ പേരാണ് എന്റെ വണ്ടിക്ക് വരുന്നത്. അതുവല്ലാതെ മോശമായിപ്പോ. ഞാൻ വല്ല വേറെ എന്റെ വണ്ടിക്ക് പേരിടാൻ വന്നേക്കുന്നത്. അല്ല, ഞാൻ ഏറ്റവും വലിയ നല്ല പേര് പറഞ്ഞു കൊടുക്കാം. വെളുത്തൊരു പെണ്ണ് കുടിച്ചെന്ന് കല്ല്, ആ മൺകുടത്തിൽ മുഖം ചേർത്തു നീ, ആദ്യാനുരാഗം നുകർന്നീലയോ. ദൈവമേ, ആദ്യമായിട്ടാണ് ഒരു ഗൈഡായ എന്നോട് ഒരു മദാമ നിന്ന് ഡാൻസ് കളിക്കണത്. മാഡം, വെൽക്കം മാഡം. ദിസ് ഈസ് കോവളം ബീച്ച്. ഓൾ പീപ്പിൾ ഈവനിങ് കം ടു ദിസ് സൈറ്റ്. വൗ, സോ ബ്യൂട്ടിഫുൾ. അയ്യേ, എന്തറില്ലോ ചവിട്ടി. അപ്പൊ മാഡത്തിന് മലയാളം അറിയാമോ? കുരച്ച് പറയും. ഒരച്ച് പറയുന്ന പട്ടിയോ? അല്ല മാഡം, കേരളത്തിൽ വന്നിട്ട് എത്ര നാളായി? 2 years ആയി. മാഡം, കേരളത്തിൽ എന്തിനാണ് വന്നത്? അതെനിക്ക് ഇവിടുത്തെ കലാരൂപങ്ങളെ കാണാനും പിന്നെ നാട്ടുകാരെ പറ്റിക്കാനും വന്നതാണ്. പഠിക്കാനും വന്നതാണ്. എന്തായാലും മാഡം, മാഡത്തിന് മലയാളം അറിയാന്ന് പറഞ്ഞ കാര്യം ഇപ്പോഴേ പറഞ്ഞതേ നന്നായി കേട്ടോ. അല്ലെങ്കിലേ ഇത് എവിടെ ചെന്ന് നിൽക്കുവന്ന് എനിക്കൊരു പിടിയുമില്ലായിരുന്നേ. മാഡത്തിന് മലയാളം അറിയാന്നുള്ള കാര്യം ഞാനും മേഡവും മാത്രം ഉറഞ്ഞാൽ മതി കേട്ടോ. വേറെ ആരെങ്കിലും വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാഡം ഇംഗ്ലീഷ് തന്നെ അങ്ങ് സംസാരിച്ചാൽ മതി. എന്താടാ, നിങ്ങൾ പുതിയ കോളേജായിട്ടാണോ വന്നേക്കണേ? നിങ്ങൾ ഈ മീശയ്ക്ക് ഒരു സ്റ്റിക്കൂടെ വെച്ചു കൊടുക്കാൻ എന്തിന് ഫ്രഷ് ആയിട്ടാണ് ഉപയോഗിക്കാറുന്നല്ലേ? ഇംഗ്ലീഷൊക്കെ ആയ എന്താ കുഴപ്പമുണ്ടോ? You come from England. How are you? I am fine. Okay. അടുത്ത പറ. Another question. അതെന്താടാ, ഇനി നിനക്കൊന്നും പറയാൻ വയ്യേ? ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. അത് നിന്റെ യു കം ഫ്രം പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി. പിന്നെ ഇത് എവിടം വരെ പോണം എന്ന് ഞാനൊന്ന് നോക്കിയതാ. Poor guy, madam. Poor guy. What did you say? തുടങ്ങി. Maybe a poor police. കൊറേ കാലമായിട്ട് ഞാനിത് കേൾക്കണം.
അതാണ് റിപ്പീറ്റ് അടിച്ച് ഏതെങ്കിലും ഒരു മദാമേ സാഹിബിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും അങ്ങാടിയിലെ ജയന്റെ ഇംഗ്ലീഷ്. നിനക്ക് ഇത് മാത്രമേ അറിയാത്തുള്ളടേ. ഈ വിറ്റ് പോവണ്ട എന്റെ അണ്ണ. മേഡത്തിന് ബോട്ടിങ് താല്പര്യം ഉണ്ടോ ചോദിച്ചാണ്. നെല്ല് അവിടെ നെല്ല്, ഞാൻ ചോദിച്ചിട്ട് വരാം. മേഡം, ആർ യു ഇൻട്രസ്റ്റഡ് ഫോർ ബോട്ടിംഗ്? യെസ് യെസ്. ഓക്കെ മാഡം, ഓക്കെ. നോ നോ, മേഡം എസ് എന്നല്ലേ പറഞ്ഞേ? അണ്ണ എന്തൊരു ഞാനെന്ന് പറഞ്ഞേ? മാഡം എസ് എന്ന് പറയും, പക്ഷെ ഞാൻ നോ നോ എന്നേ പറയുള്ളൂ. അതെന്നാ? എടാ, എനിക്ക് നീ എങ്ങനെയാണെന്നോ ആരാണെന്നൊക്കെ അറിയാം, പക്ഷെ മേഡത്തിന് അത് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ കേട്ടോ. അത് മാത്രമല്ല, എനിക്ക് കടൽവെള്ളം കണ്ടാ പേടിയാന്ന് നിനക്ക് അറിഞ്ഞൂടെ? അതിന് അണ്ണ എന്തിനു വരണം? ഞാനും മേഡം പൊക്കോളാം. എങ്ങനെ ഇപ്പൊ ഞാനും മേഡവും കൂടെ പോണ്ട, ഞാനും കൂടെ വന്നിട്ട് പോയാൽ. മേഡത്തിന് ചോദിച്ചാണ് എന്തോന്ന് ചോദിക്കാൻ? അവർക്ക് താല്പര്യം ഉണ്ടോ ബോട്ടിങ്? എടാ, മേഡത്തിന് താല്പര്യം ഇല്ല. സംശയമാണ്, നീ പോയി ചോദിച്ചു പോ. ചോദിക്കട്ടെ, പോ ചോദിച്ചു. കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോളാം. ഹായ് മേഡം. ഹായ്, യു കം ഫ്രം ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ട്. ഹൗ ആർ യു? എങ്ങനെയാ? കൊള്ളാം കൊള്ളാം. ബാക്കി കളി പോ. മേഡം, കടൽ 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 കടൽ. ബോട്ടിംഗ് താല്പര്യം ഉണ്ടോ? നമ്മള് രണ്ടും ബോട്ടിങ്ങിന് പോകാം. മനസ്സിലായില്ലേ? ബോട്ടിൽ കേറി കറങ്ങണം. ഞാൻ എന്തൊക്കെയാ പറയുന്നത്? ഡാൻസ് കളിക്കുന്ന ടീച്ചറാ എന്തൊരു ചെയ്യാനാന്ന് പറ. അണ്ണ ഈ പുല്ലിനോടൊന്ന് പറയണ്ട മലയാള ഭാഷ പറഞ്ഞാതി. അറിയത്തിലാണോ എന്തൊരു ചെയ്യണ ഇത്? ഞാൻ പറയാം, മാറങ്ങോട്ട്. ശരി, ഇനി എത്ര രൂപയാവും? ഇതിനൊരു 4500. 4500 രൂപ. എന്നിട്ട് ഇവിടെ 3000 രൂപ എന്നാണ് എഴുതി വെച്ചേക്കണേ. എന്റെ അണ്ണ 3000 രൂപ എഴുതി വെച്ചേക്കുന്നില്ലേ? അഥവാ നമ്മള് കടലിലോട്ട് പോയി ബോട്ട് തള്ളിപ്പൊളന്ന് വീണു, നിങ്ങളെ രണ്ടുപേരും ഞാൻ രക്ഷിക്കണം. അപ്പൊ എന്നാലും പൈസ ചോദിക്കാൻ പറ്റൂ? അല്ലടാ, ഇവിടെ ഈ മാഡത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഇത്രയ്ക്ക് വലിയ സേഫ്റ്റി ആയിട്ടിരിക്കണത്? അല്ലാണ്ട് ഈ പൈസയുടെ കാര്യം പറഞ്ഞു തീർക്കട്ടെ. അണ്ണ വേറെ വാട്ടറിലോട്ട് പോകട്ടെ. അഥവാ നിങ്ങളെ ഞാൻ രക്ഷിക്കാം. അന്നാലും എനിക്ക് പൈസ ചോദിക്കാൻ പറ്റൂ? പറ്റൂല. അതാണ് ഇൻഷുറൻസ് ആയിട്ട് കൂട്ടാ മതി. രണ്ടാമത് എന്തിനാ പറഞ്ഞേ? അതെ, എടാ, മാഡത്തിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാല് മൊത്തം കയ്യിൽ നിന്നിട്ടല്ലേ. മാഡത്തിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താ സേഫ്റ്റിയാണ് അതിന്റെ അകത്തിരിക്കണേ? എന്തൊരു സേഫ്റ്റി അണ്ണ എന്റെ ബോട്ടിനെ കുറിച്ച് ഒന്നും അറിയത്തോണ്ടാണ് അണ്ണൻ ഇങ്ങനെ പറയുന്നത്. 3 ലൈഫ് ജാക്കറ്റ് അകത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങാനും കംപ്ലൈന്റ് ആയാലോ? എന്റെ അണ്ണ കംപ്ലൈന്റ് ആയതാ നിങ്ങൾ തിരിച്ചുകൊണ്ട് തരും, ഞാൻ പുതിയ മേടിച്ചു തരും. എടാ, നിന്നെയൊക്കെ കൊണ്ട് എടാ, നമുക്ക് നല്ലൊരു സേഫ്റ്റി വേണ്ടേ? വേറെ 2 സാധനങ്ങളുണ്ട്. എന്തോന്നു? ഒരു 2 ബൈക്കിന്റെ ട്യൂബകത്ത് കാത്തടിച്ചു. നമ്മള് 3 പേരില്ലേ? എന്റെ അണ്ണ ഞാനും മേടോ ട്യൂബിനകത്ത് കിടക്കും. അണ്ണൻ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഞാൻ എങ്ങനെയാടാ രക്ഷപ്പെടും? വാഴപ്പിണ്ടി വെള്ളത്തിൽ പൊങ്ങി കിടക്കും, അത് ഒരിക്കലും താഴെ കൊണ്ട്. ശരി, എത്ര രൂപയായിരുന്നു? 4500. 4500 ഞാൻ ചോദിച്ചിട്ട് വരാം. മാഡം, ഫോർ 1 റൈഡ് 6000 റുപ്പീസ്. ഞാൻ 4500 പറഞ്ഞേ. അത് എന്റെ ഇൻഷുറൻസും കൂടെ ചേർത്ത് പറഞ്ഞതാ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും മാത്രം പോണ്ട. എന്തൊക്കെയുണ്ട്? കടലിൽ തിമിംഗലമുണ്ട്, നീരാളിയുണ്ട്, നിങ്ങൾക്ക് വിരിയുണ്ട്, സ്രാവിന്റെ അണാക്കി കയറാം. സ്രാവിനെ കാണാം. രാവിലെ തന്നെ നാക്കാൻ പറ്റുവാണല്ലോ എന്റെ ഈശ്വരാ. ഈ സ്രാവിനൊക്കെ ഭയങ്കര ചാർജ് ആയിരിക്കും അല്ലേ? ഈ സ്രാവിനെ വേട്ടയാടാൻ പോണവരെ കയ്യില് കോടികളായിരിക്കും കിട്ടണത്. കാരണം അണ്ണൻ അറിയാത്തോണ്ടോ? ഓ, എന്നാ പിന്നെ നിനക്ക് സ്രാവിനെ പിടിക്കാൻ പൊക്കൂടെടാ? പോയില്ല. എന്റെ അച്ഛൻ കഴിഞ്ഞ വർഷം ഒന്ന് പോയതാ. പോണ്ട ഇല്ല കാണുന്ന കടലിൽ കൂടെ വലിയൊരു സ്രാവ്. ഞാനും അച്ഛനും കൂടെ നിൽക്കുവാണേ. അച്ഛന്റെ കയ്യിൽ നിന്ന് ചൂണ്ട കൊടുത്തിട്ട് അച്ഛൻ കറക്കി സ്രാവിന്റെ മുതുകെട്ടോട്ട് ഒറ്റ സ്രാവ് അച്ഛനെ വിളിച്ചോണ്ട് ഇങ്ങനെ അങ്ങ് പോയി. അത്തമ സൂര്യനായപ്പോ ഒരു പൊട്ടുപോലെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങ് വീട്ടിൽ പോരും. അപ്പൊ നിന്റെ അച്ഛൻ എവിടെയാടേ? അച്ഛൻ ഇപ്പോഴും ജീവിതത്തിൽ പോകാൻ അണ്ണൻ മേടിക്കണ്ട. ഇന്തോനേഷ്യയിലുണ്ട്. ഇന്നലെ നമ്മളെ വിളിച്ചായിരുന്നു. ഇന്തോനേഷ്യയിലോ? സ്രാവ് അച്ഛനെ വലിച്ചോണ്ട് പോയത് ഇന്തോനേഷ്യയില. ഇന്നലെ കൂടെ വിളിച്ചായിരുന്നു. ഇന്ന് കേരളത്തിൽ വരാനുള്ള സ്രാവിനെ കാത്തവിടെ നിപ്പോണ്ടെന്ന് പറഞ്ഞു. അതുവല്ല, ബസ്സിലെങ്ങാനും വന്നാ പോരെ? എന്റെ അണ്ണ എന്റെ അച്ഛനായോണ്ട് പറയുമല്ല. ഊടുതുണി അല്ലാതെ അങ്ങേറയിൽ വേറെ ഒന്നും. പിന്നെ മാർക്കോസ്, കടലിൽ സ്റ്റോൺസ് ഉണ്ടാക്കുമോ? കടലിലില്ല, എന്റെ കയ്യിലുണ്ട്. അതെ, സ്റ്റോണടേ. കിഡ്നി സ്റ്റോൺ. ഈ സ്റ്റോൺ എന്തായാലും മാഡം അവന്റെ ഒരു ആഗ്രഹം
ആഗ്രഹമല്ലേ നമുക്ക് ബോട്ടിങ്ങിന് പോയാലാ? ഓക്കേ മാർക്കോസ്, ലെറ്റ്സ് ഗോ. പൈസ എടുക്കുക. എടാ വന്നിട്ട് തന്നാ പോരേടേ. വരുവോന്ന് നിങ്ങൾക്ക് വല്ല ഉറപ്പാ വല്ല ഉണ്ടോ? മഹാ ഉടായ്പ്. എന്റെ പൊന്നു മാഡം, ഞാൻ ഇവനെ കണ്ടപ്പോഴേ പറഞ്ഞാണ് ഇവ ഉടായ്പാണെന്ന്. നമുക്ക് ഇവന്റെ ബോട്ടിൽ കേറണ്ട. നിനക്ക് എന്തിന്റെ കേടാണ്? അവൻ എന്തുണ്ടെങ്കിലും നമ്മള് പോണ്. ഇനി ഇതുപോലെ വല്ല ഉടായ്പകൾ വേറെ ആൾക്കാരെ അടുത്ത് കാണിച്ചോണ്ടല്ലോ. മേഡം നമുക്ക് വേറെ എവിടെ. എന്ത് പാടാ ഇത്? അയ്യോ, ഞാനില്ലേ ഈ പണിക്ക്. ഞാൻ വല്ല കപ്പണ്ടി കച്ചവടം ചെയ്ത് ജീവിച്ചോളാം. പിന്നെ എനിക്ക് ജീവിക്കണ്ടായോ? ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.